ദീർഘമായിട്ടുള്ള പ്രസംഗത്തിൽ ഞാൻ മുതിരത്തില്ല, അതിന്റെ അനിവാര്യതയില്ല. ഇന്ന് നമ്മുടെ നാട് വല്ലാത്ത ചില പ്രതിസന്ധികളെ അഭിസംബോധന ചെയ്യുന്ന ഒരു സമയമാണ്. ഭരണകൂടം ഭരണഘടന വാഗ്ദാനം ചെയ്തിട്ടുള്ള നീതിബോധത്തെ തകർക്കാൻ ഭരണഘടനയെ തന്നെ ഉപയോഗപ്പെടുത്തുന്ന ആവൽക്കരമായ ഒരു കാലം. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ പിന്നിട്ട കാലത്തെല്ലാം പല വിധത്തിലുള്ള പ്രതിസന്ധികളെ നമ്മുടെ നാട് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അത് വിഘടനവാദമാണെങ്കിലും വർഗീയവാദമാണെങ്കിലും വിഭജനവാദമാണെങ്കിലും നമ്മുടെ നാട് പല വിധത്തിലുള്ള ദുരന്തങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒന്നുമില്ലാത്തതുപോലെ സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം എന്ന വാക്ക് അക്ഷരാർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടും വിധത്തിൽ ഭരണകൂടം തന്നെ ഭരണഘടനാ വാഗ്ദാനങ്ങൾ ലംഘിക്കാൻ ഭരണഘടനയെ ഉപയോഗപ്പെടുത്തുന്ന ആവൽക്കരമായ ഒരു കാലത്തിലാണ് സർക്കാർ ജീവനക്കാരെങ്കിലും മനുഷ്യരെന്ന രീതിയിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ മറുപടിയിൽ നാം ജീവിക്കുന്നത് എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഓഗസ്റ്റ് 15. രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു സൂര്യോദയമായിരുന്നു ഓഗസ്റ്റ് 15 എന്ന് നമുക്ക് എല്ലാവർക്കും പറയാം. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ഏറ്റവും ഒടുവിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒടുങ്ങാത്ത ദാഹവും അടങ്ങാത്ത അഭിനിവേശവുമായ ഒരു ജനത സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ജാട്ടു പതാക വലിച്ചു താഴെ ഇറക്കി അവനെ അവന്റെ നാട്ടിലേക്ക് പലായനം ചെയ്യിച്ച് നാം സ്വതന്ത്രരായി എന്ന് ഔപചാരികമായി പ്രഖ്യാപിച്ച സൂര്യോദയമാണ് ആഗസ്റ്റ് 15. ആഗസ്റ്റ് 15 രാജ്യത്തെ ഭരണകൂടത്തിന്റെ പുതിയ നായകരാര് എന്ന് ചർച്ച ചെയ്യാനും എങ്ങനെയായിരിക്കണം സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യത്തിന്റെ ഭരണകൂടത്തെ ചലിപ്പിക്കേണ്ടത് എന്ന് ചർച്ച ചെയ്യാനും ശീതീകരിക്കപ്പെട്ട ഡൽഹിയിലെ ദർബാർ നാടുകളിൽ നിരവധികളായ മനുഷ്യർ ആ പ്രമേയത്തെ കുറിച്ച് പരസ്പര ആശയവിനിമയവും സംവാദവും ഒക്കെയായി പോയപ്പോൾ അന്ന് അപൂർവമായിട്ടുണ്ടായിരുന്നതെങ്കിലും മാധ്യമങ്ങൾ അന്വേഷിച്ചു പോയതൊരു മനുഷ്യനെയാണ്. അധികാരം പങ്കുവെക്കാനുള്ള തിരക്കുകൾക്കിടയിൽ ഒന്നും ആ മുഖം അവർക്ക് കണ്ടെത്താനായില്ല. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള വലിയ സമരത്തിൽ ബഹുസ്വരത മനസ്സിൽ സൂക്ഷിച്ച് വിവിധങ്ങളായിട്ടുള്ള ജാതികളും മതങ്ങളും ആരാധനാ രീതികളും ഭക്ഷ്യരീതികളും വസ്ത്രധാരണ രീതികളും സംസ്കാരങ്ങളും കാലാവസ്ഥയും ഒക്കെയായി ബഹുസ്വരതയും നാനാത്വത്തിലെ ഏകത്വവുമാണ് ഇന്ത്യയുടെ മുഖമുദ്ര എന്ന് കരുതി ഒരു രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും ദേശീയ പ്രസ്ഥാനത്തിന്റെ സമരഭൂമികളിലേക്ക് അണിനിരത്തിയ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മുഴുവൻ പേരിൽ അറിയപ്പെടുന്ന മഹാത്മാഗാന്ധിയാണ് സ്വാതന്ത്ര്യത്തിന്റെ അരുണോദയത്തിൽ അവരെല്ലാവരും തിരക്കി പോയ മനുഷ്യൻ. മഹാത്മാഗാന്ധി അവിടെ എവിടെയും അവർ കണ്ടെത്തിയില്ല. മഹാത്മാഗാന്ധിയെ കണ്ടെത്താൻ അവർക്ക് സാധ്യമായത് പഴയ ബംഗാളിന്റെ ഭാഗമായി കിടക്കുന്ന ഇന്ത്യയും പാകിസ്ഥാനും അതിർത്തി തിരിഞ്ഞപ്പോ അതിന്റെ അതിർത്തിയായി മാറിയ നവകാരി എന്ന ഗ്രാമത്തിലാണ്. പഴയ ഇന്ത്യയിൽ നിന്ന് പുതിയ പാകിസ്ഥാനിലേക്കും പഴയ പാകിസ്ഥാനിൽ നിന്ന് പുതിയ ഇന്ത്യയിലേക്കും യാത്ര ചെയ്ത എല്ലാ വാഹനങ്ങളും സാധാരണക്കാരായ മനുഷ്യരുടെ പ്രബന്ധങ്ങൾ കൊണ്ട് നിബിഡമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിന്റെ നടുവിലായിരുന്നു ഗാന്ധി. സാധാരണക്കാരായ മനുഷ്യരുടെ ചോരയും വിയർപ്പും കണ്ണീരും വീണ മണ്ണ് ഒരു പിടി വാരി നെഞ്ചോട് ചേർത്ത് പിടിച്ച് അല്പവസ്ത്രധാരിയും നഗ്നപാതനുമായി ഗാന്ധി അവിടെ പ്രഖ്യാപിച്ചു, ഇന്ത്യയിൽ ഇനി ആയുധമെടുത്ത് നിങ്ങൾ ആക്രമണത്തിന് മുതിർന്നാൽ ഈ മണ്ണിൽ ഞാൻ എന്റെ ജീവിതം അവസാനിക്കും. സ്വാതന്ത്ര്യത്തിന്റെ പ്രഭാതം ലോകത്തിനോട് നമ്മൾ പ്രഖ്യാപിച്ചത് സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ത്യ കണ്ണു തുറന്നു സൂര്യപ്രകാശത്തിൽ നമ്മളെ കാണുമ്പോൾ എന്തെല്ലാം ഇവിടെയെല്ലാം എങ്ങനെയെല്ലാം ഉണ്ടായിരുന്നുവോ അത് അതുപോലെ നിലനിൽക്കാൻ കഴിയുന്ന വിധത്തിൽ